ഒരു ന്യൂലി ഗ്രാജുവേറ്റ് ആയ ഒരു നേഴ്സിനോട് അവരുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ സിലബസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസും അത് എങ്ങനെയാണ് ആൻസർ പറയേണ്ടത്, അവർ എന്താണ് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ഡേ നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ജനറലിൻ്റെ അടുത്ത് വരുന്നതാണ് പേഷ്യൻ്റ് സേഫ്റ്റി വരും, ഇൻഫെക്ഷൻ കൺട്രോൾ വരും, ക്വാളിറ്റി വരും. ഇത് ജനറലായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ മീൻസ് അവിടെ എന്താണ് വേക്കൻസി അത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കും. മെയിനായിട്ടും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മളോട് ചോദിക്കും, നിങ്ങൾ പഠിച്ചിട്ടുള്ള IPST ആണ്, ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് സേഫ്റ്റി ഗോൾ. അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം, ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് സേഫ്റ്റി ഗോള്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് 6 എണ്ണം ഉണ്ട്, അത് 6ഉം നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ് ആണ്. ഹാൻഡ് വാഷിങ്ങിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ്, സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ്, 5 മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ്, ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹാൻഡ് വാഷിംഗ് ആണ് അടുത്തത് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസിൻ്റെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് എങ്ങനെയാണ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ PPE വേണം, ഹാൻഡ് വാഷിംഗ് വേണം, ഐസൊലേഷൻ ടെക്നിക്കുകൾ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അറിയേണ്ടത്. പിന്നെ ക്വാളിറ്റിയുടെ അത്ര അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാറില്ല. അതിൻ്റെ അത് ഹസ്മാറ്റ് അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇയറുകാർ ഇതുവരെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. സെമ്മിൽ അത് ആഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളവർ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തത് മെയിനായിട്ട് വൈറ്റൽ സയൻസ് ഒക്കെ നമ്മൾ എല്ലാവരെയും അറിഞ്ഞിരിക്കണം. വൈറ്റൽ സയൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ കറക്റ്റ് ആൻസർ കിട്ടാറില്ല. വൈറ്റൽ സയൻസ് അഡൽട്ടിൻ്റെ വൈറ്റൽ സയൻസ്, പീഡിയാട്രിക്കിൻ്റെ, നിയോനെറ്റ്സിൻ്റെ, ഈ 3 വൈറ്റൽ സയൻസും അറിഞ്ഞിരിക്കണം. പിന്നെ പെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. പെയിൻ്റെ അകത്ത് പെയിൻ സ്കെയിൽ. ഇപ്പോൾ നിങ്ങളൊരു പീഡിയാട്രിക്കാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അതിൻ്റെ അകത്ത് പീഡിയാട്രിക്, NICU ആണ്, NRP, ഇങ്ങനെ മീൻസ് NPAS, ഇങ്ങനെയുള്ള കുറേ പെയിൻ സ്കെയിലുകളുണ്ട്. പെയിൻ സ്കെയിൽ അറിഞ്ഞിരിക്കണം. ബ്രാഡൻ സ്കെയിൽ അറിഞ്ഞിരിക്കണം. അതെന്തിനാണെന്നൊക്കെ യൂഷ്വലി ചോദിക്കും. അപ്പോൾ ബെഡ് സോർ അസസ് ചെയ്യുന്നതാണ്, ബെഡ് സോറിൻ്റെ അറിയാൻ, അല്ലാതെ ബെഡ് സോറിൻ്റെ ഗ്രേഡ് അറിയാൻ വേണ്ടല്ല. അപ്പോൾ ബ്രാഡൻ സ്കെയിൽ അറിഞ്ഞിരിക്കണം. BIP സ്കോറ്, പിന്നെ IVയുടെ സൈറ്റ്, IM ഇഞ്ചക്ഷൻ്റെ സൈറ്റ്, IV കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം അതിനോടനുബന്ധിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ചോദിക്കാറുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അതിൻ്റെ ഒത്തിരി ചിലപ്പോൾ BCGയുടെ ഫുൾ ഫോം ചോദിക്കും. ലൈവ് വാക്സിൻസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ അറിഞ്ഞിരിക്കുന്നത് കോമൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. റീസെൻ്റ്ലി അവിടെ ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസാണോ സ്പ്രെഡ് ആകുന്നത് ആ കമ്മ്യൂണിക്കബിൾ ഡിസീസും അതിൻ്റെ കൊസേറ്റീവ് ഓർഗാനിസം, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതെങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നത്, റീസെൻ്റ്ലി എന്താണോ അതിനെക്കുറിച്ചാണ് യൂഷ്വലി ചോദിക്കുന്നത്. പിന്നെ നമ്മൾ BLS നിങ്ങൾ പഠിക്കുന്നതാണ്. BLSൻ്റെ റേഷ്യോ ചോദിക്കും. മീൻസ് കംപ്രഷൻ റെസ്പിറേഷൻ റേഷ്യോ, എങ്ങനെയാണ് പൾസ് ചെക്ക് ചെയ്യുന്നത്, ഏത് പൊസിഷനിലാണ് പൾസ് ചെക്ക് ചെയ്യുന്നത്, എത്ര നേരമാണ് പൾസ് ചെക്ക് ചെയ്യേണ്ടത്, BLSൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെ, അല്ലെങ്കിൽ ഹാൻഡ് പ്ലേസ്മെൻറ്റ്, ഓരോ ചോദിക്കുന്ന ആളുടേതനുസരിച്ചാണ് കേട്ടോ. ഒരു കാർഡിയക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എമർജൻസിയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കും. അപ്പോൾ ഹാൻഡ് പ്ലേസ്മെൻറ്റ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്തത് എന്തെങ്കിലും ഒരു സിമ്പിൾ പ്രൊസീജിയറിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. സിമ്പിൾ പ്രൊസീജിയറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ പ്രൊസീജിയർ പറയുന്ന സ്റ്റെപ്പ് തെറ്റിയാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഒന്ന്, ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ, ഡോക്ടറിൻ്റെ ഓർഡർ ഉണ്ടോ എന്ന് നോക്കണം. ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വരെ നമ്മൾ ചിലപ്പോൾ പേഷ്യൻറ്റിനനുസരിച്ച് അവർ പറയുന്ന സിനാരിയോ അനുസരിച്ചാട്ടോ. ബെഡ് മേക്കിങ്ങിനൊരു ഓർഡർ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ബെഡ് മേക്കിംഗ് പ്രൊസീജിയർ ഇപ്പോൾ നമ്മുടെ നേഴ്സിങ്ങിൽ നിന്ന് അധികം അങ്ങ് മാറിപ്പോകുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ഫീഡിങ്ങിനെ കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യൂഷ്വലി ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചോദിക്കുന്നത്, പ്രൊസീജിയറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഓർഡർ നോക്കണം. പേഷ്യൻറ്റിനോട് കൺസെൻറ്റ്, ജസ്റ്റ് നമ്മൾ വെർബൽ കൺസെൻറ്റ് ചോദിക്കണം. പ്രൊവൈഡ് പ്രൈവസി ചോദിക്കണം. സപ്പോർട്ട് ചോദിക്കണം, പേഷ്യൻറ്റ് സപ്പോർട്ട് കൊടുക്കണം. അത് പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഹാൻഡ് വാഷിങ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാക്കി നമ്മൾ പറയുന്നത് ആരും ശ്രദ്ധിക്കില്ല. ഫസ്റ്റ് പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചെക്ക് ദ നെസസിറ്റി, ഡോക്ടേഴ്സ് ഓർഡർ നോക്കാം. പിന്നെ എന്താണ്, കൺസെൻറ്റ്, പ്രൊവൈഡ് പ്രൈവസി, സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഹാൻഡ് വാഷിംഗ്. 5 സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതെങ്കിലും പ്രൊസീജിയർ അതത്ര ഇതല്ല. പിന്നെ ചിലപ്പോൾ ഫീഡിങ് ട്യൂബ് ഇട്ടിട്ട് നമ്മൾ പ്ലേസ്മെൻറ്റ് അറിയുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അത് നിങ്ങൾ ഓരോ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ അനുസരിച്ച് നമ്മളത് ചിന്തിച്ച് വേണം. നല്ല ഹൈഫൈ ഹോസ്പിറ്റലാണെങ്കിൽ ഒരിക്കലും അവിടെ ചെന്നിട്ട് നമ്മൾ എയർ പുഷ് ചെയ്യും ചെക്ക് ചെയ്യുന്നൊന്നും പറയാൻ പാടില്ല. അതിൻ്റെ pH ചെക്ക് ചെയ്യും. പിന്നെ എന്താണ്,
pH ചെക്കും പിന്നെ കൺഫർമേറ്ററി എക്സ്റേ ആണ്. pH ചെക്ക് ചെയ്യുന്നതാണ് മെയിൻ, അല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ ഇല്ല. നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് പഠിച്ചിട്ട് പോകേണ്ടത്. അടുത്തത് അബ്ഗാർ സ്കോർ എന്ന് അറിഞ്ഞിരിക്കണം. അബ്ഗാർ സ്കോറിൻ്റെ അകത്ത് 5 എണ്ണം വന്നതെന്നും അത് ഏതൊക്കെ ക്രൈറ്റീരിയസ് ആണെന്നും അറിഞ്ഞിരിക്കണം. പിന്നെ പീഡിയാട്രിക് നിയോനാറ്റൽ കണ്ടീഷനാണ്. നിയോനാറ്റിൻ്റെ മെയിൻ കണ്ടീഷൻസ്, പീഡിയാട്രിക്കിൻ്റെ ജസ്റ്റ് കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ വൈറൽ ഇൻഫെക്ഷൻ കോമൺലി ഏതാ കോസേറ്റീവ് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും. പിന്നെ എക്സസൈസ്, ROM എക്സസൈസ്, ആക്റ്റീവ് എക്സസൈസ്, പാസീവ് എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഓൺകോളജിയുടെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഓൺകോളജിയുടെ പോസ്റ്റിംഗ് ഒക്കെ ഉള്ളതാണ്. ഓൺകോളജിയുടെ ഫ്യൂ മെഡിക്കേഷൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ ഏതെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ ഡിസീസിനെ കുറിച്ച് നിങ്ങൾ എക്സാമിന് ഇൻ്റർവ്യൂവിന് മുമ്പ് നോക്കി വെച്ച് പോകണം. ഒരു ചോദിച്ചാൽ അതിൻ്റെ ജസ്റ്റ് ഡെഫിനിഷൻ പറയാൻ നോക്കുക. കറക്റ്റ് വേയിലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഡെഫിനിഷൻ പറയാൻ നോക്കുക. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം പറയാതിരിക്കുക. ഇപ്പോൾ ഡയബറ്റിസ് ആണ്, പോളിപിപ്സിയ, പോളിഫാജിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, പോളിയൂറി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം മാത്രം അറിഞ്ഞിരിക്കുക. പിന്നെ സെറിബ്രൽ നേർവ്സ് ഒക്കെ ഏതാണ്, ഫേഷ്യൽ നേർവ്സിൻ്റെ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞൊരു പോർഷൻ കൂടെ അവർ ചോദിക്കും. ജസ്റ്റ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ അകത്ത് എന്താണ്, പിന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് എന്നും പറഞ്ഞൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചെറിയ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കേഷൻ്റെ ഡൗട്ട് വന്നു നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ മെഡിക്കേഷൻ, അപ്പോൾ അതൊക്കെ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ അണ്ടറിലാണ്. അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരല്ലല്ലോ. ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യും. ആരോട് ക്ലാരിഫൈ ചെയ്യും? അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കൊളീഗ്സിനോടല്ല, നിങ്ങൾ ടീം ലീഡറുണ്ട്, ടീം ലീഡറിനോട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവരോട്. ടീം ലീഡറിനോടാണ് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടത്. അല്ല സീനിയർ നേഴ്സ് എന്നല്ല പറയേണ്ടത്, ടീം ലീഡറിനോട് ക്ലാരിഫൈ ചെയ്യും, അല്ല ഡോക്ടറോടല്ല ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഇതൊക്കെ ക്രിറ്റിക്കൽ തിങ്കിങ് വരുന്നതാണ്. ഇതാണ് കോമൺലി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.